നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവോണത്തിന്റെ ഉത്സവനാന്തി കുറിച്ച് ചൊവ്വാഴ്ച അത്തം. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുക്കങ്ങളുടെ ആഘോഷം. അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴയോടൊപ്പം ഇടിമിന്നലിനും സാധ്യത. വിദ്യാഭ്യാസമാണ് വികസനത്തിന്റെ അടിത്തറയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. യു പ്രതിഭ MLA ഗവർണറെ പുകഴ്ത്തിയത് വൈറലായി. മുട്ടത്ത് വിവാഹ സദ്യക്കിടയിൽ പപ്പടം കിട്ടാത്തതിനെ തുടർന്ന് കൂട്ടയടി. കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. തിരുവോണത്തിന്റെ ഉത്സവനാന്തി കുറിച്ച് ചൊവ്വാഴ്ച അത്തം നാൾ. അത്തം പിറന്നാൾ ഇനിയുള്ള 9 ദിവസം ഒരുക്കങ്ങളുടെ ആഘോഷത്തിലായിരിക്കും നാട്. 10 ദിവസം മുറ്റത്തൊരുക്കുന്ന പൂക്കളമാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത. അത്തം പിറക്കുന്നതോടെ മലയാളി ഓണത്തിരക്കിലേക്ക് കടക്കും. വിപണിയുടെ ഉത്സവത്തിനും ഇതോടെ തുടക്കമാകും. തിരുവോണത്തിന്റെ ഉത്സവനാന്തി കുറിച്ച് ചൊവ്വാഴ്ച അത്തം പത്തോണം എന്നാണ് ചൊല്ല്. അതുകൊണ്ട് ഇനി 9 ദിവസം ഒരുക്കങ്ങളുടെ ആഘോഷത്തിലായിരിക്കും നാടൊട്ടാകെ. ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്ര ദിവസം പൊന്നോണം ആഘോഷിക്കുന്നു. അതിന് 10 ദിവസം മുൻപ് അത്തം നക്ഷത്ര ദിവസം ഓണാഘോഷത്തിന് തുടക്കമാകുന്നു. 10 ദിവസം മുറ്റത്തൊരുക്കുന്ന പൂക്കളമാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത. ആദ്യ 3 നാൾ തുമ്പപ്പൂ മാത്രമെന്നാണ് നാട്ടുനടപ്പ്. ദിവസം ചെല്ലുന്തോറും പല പൂക്കളാൽ സമൃദ്ധമാകും അത്തപ്പൂക്കളം. ഉത്രാടത്തിന് പൂക്കളം പരമാവധി വലുപ്പത്തിലാക്കണമെന്നും പഴമക്കാർ പറയുന്നു. എന്നാൽ പരമ്പരാഗത രീതിപ്രകാരം അത്തം, ചിത്തിര, ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം മെഴുകിയ നിലത്ത് തുമ്പപ്പൂവിട്ട് അലങ്കരിക്കുക മാത്രമാണ് ചെയ്യാറ്. അത്തം പിറക്കുന്നതോടെ മലയാളി ഓണത്തിരക്കിലേക്ക് കടക്കും. വിപണിയുടെ ഉത്സവത്തിനും ഇതോടെ തുടക്കമാകും. കോവിഡ് കവർന്നെടുത്ത 2 വർഷത്തിന് ശേഷമാണ് പൂർണ്ണമായ തലത്തിൽ അത്തവും ഓണവും എത്തുന്നത്. അതുകൊണ്ട് ഉത്സവ പൊലിമയ്ക്ക് മാറ്റുകുറവുണ്ടാകില്ല. നഗരവീഥികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനെത്തുന്നവരെ കൊണ്ട് നിറയും. കായംകുളത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ന്യൂസ് ഡെസ്ക്. കായംകുളം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ വിദ്വത് സദസ്സ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ തത്വവിചാരം എന്ന വിഷയത്തിൽ ഡോക്ടർ MM ബഷീർ പ്രഭാഷണം നടത്തി. കായംകുളം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ വിദ്വത് സദസ്സ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ തത്വം വിചാരം എന്ന വിഷയത്തിൽ ഡോക്ടർ MM ബഷീർ പ്രഭാഷണം നടത്തി. നോട്ടീസിൽ അടിച്ചതുപോലെ വേദാന്തങ്ങളെ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയാതിരുന്ന കാലഘട്ടത്തിൽ വേദാന്തം ഉൾക്കൊണ്ടിട്ട് അത് ലളിതമായ ഭാഷയിൽ ലോകത്തിന് പറഞ്ഞു തന്നു എന്ന് മാത്രമല്ല, ചാതുർവർണ്ണ്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചത് ഏത് വേദാന്തമാണോ അതേ വേദാന്തം കൊണ്ട് തന്നെ അതിനെ ഖണ്ഡിച്ചു. അതാണ് ഗുരുദേവന്റെ സ്പെഷ്യാലിറ്റി. ചാതുർവർണ്ണ്യത്തെ എതിർക്കാൻ വേണ്ടി പലരും പാശ്ചാത്യ സംസ്കാരങ്ങളാണ് അതിന് ബദലായിട്ട് കൊണ്ടുവരുന്നത്. മനുഷ്യത്വം വേണം, നിയമം വേണം, അത് വേണം, ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് പാശ്ചാത്യ സംസ്കാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഗുരുദേവൻ ഏതു നിയമം കൊണ്ട് ചാതുർവർണ്ണ്യം സ്ഥാപിച്ചെടുത്തുവോ അതേ നിയമം കൊണ്ട് തന്നെ അതിനെ ഖണ്ഡിച്ചു. അതാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഏറെ എന്തിനാ പറയുന്നത്, ഒരു പുതിയ സഹസ്രാബ്ദം പിറന്നു വീണപ്പോൾ 1999 ഡിസംബർ 31 മലയാള മനോരമ ഒരു സ്പെഷ്യൽ പതിപ്പിറക്കി. പിറ്റേ ദിവസം സഹസ്രാബ്ദം പിറക്കുകയാണ്, 2000 പിറക്കുകയാണ്. അതിന് തൊട്ട് തലേന്ന ദിവസം മനോരമ എഴുതി ഇറക്കിയ ഒരു സ്പെഷ്യൽ പതിപ്പ്. ആ പതിപ്പിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കേരളത്തിലെ ഒന്നാമത്തെ പ്രമുഖ വ്യക്തി ആര്, ഏറ്റവും വലിയ കേരളീയൻ ആര്, പ്രഥമ ഗണനീയനായ കേരളീയൻ ആര് എന്ന
ഒരു ലേഖനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ, വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു, ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് എസ് ധനപാലൻ, എ പ്രവീൺ കുമാർ, മഠത്തിൽ ബിജു, യൂണിയൻ കൗൺസിലർമാരായ പാനക്കൽ ദേവരാജൻ, വിഷ്ണു പ്രസാദ്, ജെ സജിത് കുമാർ, മുനമ്പൽ ബാബു, സംഘം രവി, നഗരസഭാ കൗൺസിലർമാർ, ശാഖായോഗം ഭാരവാഹികൾ, യൂത്ത് മൂവ്മെന്റ്, വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ തന്നെ നിരവധി കാലങ്ങൾ ജീവിച്ചിരിക്കത്തക്ക ജീവനുണ്ട് വാക്കുകൾക്ക്. ഒരു ഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി നേതാവില്ലാത്ത സമുദായം എന്ന് പറഞ്ഞു. അത് മൂർച്ചയുള്ള ഒരു വാക്കായിരുന്നു. നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ അത് മുറിവേൽപ്പിച്ചു. അതിനുശേഷം SNDP യോഗം എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കടന്നു വരികയും സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ആ സമയത്ത് കേരള കൗമുദിയിൽ ബഷീർ സാർ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നത് പകരക്കാരനില്ലാത്ത അമരക്കാരൻ എന്ന് ഒരു ക്യാപ്ഷൻ. അത് കരുത്തുള്ള ഒരു വാക്കാണ്. അതങ്ങനെ തുടരുകയാണ്. കേരളത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു ക്യാപ്ഷനുണ്ട്. വിദേശ ഒരു വനിത കേരളത്തിൽ വരികയും കേരളത്തിലെ പ്രകൃതി ഭംഗി കണ്ടിട്ട് അവരെഴുതിയ യാത്രാ വിവരണത്തിൽ ഇതുപോലൊരു ക്യാപ്ഷനുണ്ട്: ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി. അത് പിന്നീട് നമ്മുടെ കേരള ഗവൺമെൻറ് ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിന് ക്യാപ്ഷൻ കൊടുത്തു. അത് ഇന്നും നിലനിൽക്കുന്ന ജീവനുള്ള വാക്കുകളാണ്. കായംകുളം. ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിന്റെ മുന്നോടിയായി പുള്ളിക്കണക്ക് 309, 6459 എന്നീ ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന് മുന്നോടിയായി കായംകുളം പുള്ളിക്കണക്ക് 309, 6459 എന്നീ ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ അവതാര ദിനമായ സെപ്റ്റംബർ 10-ാം തീയതി കായംകുളത്ത് നടക്കുന്ന ഉജ്ജ്വല ഘോഷയാത്രയുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റർമാരായ വിഷ്ണു പ്രസാദ്, പനക്കൽ ദേവരാജൻ, യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം സോണി എന്നിവർ നേതൃത്വം നൽകി. കായംകുളം. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയോടൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മാവേലിക്കര കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം കൺവെൻഷനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകുന്ന ചടങ്ങും നടത്തി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മാവേലിക്കര ഈസ്റ്റ് മണ്ഡലം കൺവെൻഷനും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ തരണം ചെയ്യാൻ ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം എങ്ങനെയാണോ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രവർത്തകരും അതിന് താഴെയുള്ളവരും അനുഭാവികളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ, ഇന്ത്യൻ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കിയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വലിയ ശ്രമകരമായ ഒരു നടപടിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ആദരിക്കപ്പെടുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു പോകേണ്ടവരാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഇടയ്ക്ക് പരീക്ഷയില്ലായിരുന്നില്ല. നിങ്ങൾക്ക് പരീക്ഷയില്ലാത്ത കാലം ഓർമ്മയുണ്ടോ? ഏറിയേ പരീക്ഷയില്ലാതിരുന്നൊരു സമയം വന്നത് LDF സർക്കാരിന്റെ കാലത്താണ്. പരീക്ഷയൊന്നും വേണ്ട, കുഴപ്പമില്ല, പിന്നെ അന്ന് ഗ്രേഡാക്കിയത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പരീക്ഷ വേണം. എന്താ അറിയോ,
നമ്മളുടെ മനുഷ്യന്റെ ജീവിതം മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പരീക്ഷണങ്ങളിൽ മുൻനിർത്തിയുള്ള യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് മാത്യു കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് കല്ലുമര രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പരിധിയിൽപ്പെട്ട ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ പുരസ്കാര വിതരണം നിർവഹിച്ചു. ലളിത രവീന്ദ്രനാഥ്, KL മോഹൻലാൽ, K ഗോപൻ, നൈനാൻ C കുറ്റിശ്ശേരിൽ, അനി വർഗീസ്, ശാന്തി അജയൻ, സജീവ് പ്രായിക്കര, മനസ് രാജപ്പൻ, ബൈജു C മാവേലിക്കര, രമേശ് ഉപ്പാൻസ്, അഡ്വക്കേറ്റ് ആനി ഉമ്മൻ, രമേശ് കുമാർ, അനിത വിജയൻ, അജിത് കണ്ടിയൂർ, ചിത്ര അമ്മാൾ, KC ഫിലിപ്പ്, രാമചന്ദ്രൻ, ജെയ്സൺ, തോമസ് ജോൺ, സുനി ആലിസ് എബ്രഹാം, പ്രസന്ന ബാബു, അജയൻ തൈപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര. അതിർത്തി രക്ഷാസേന വിമുക്ത ഭടന്മാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ആസാദി കാ അമൃത് മഹോത്സവ്, കുടുംബസംഗമം, ഓണാഘോഷം, അർദ്ധവാർഷികം, പൊതുയോഗം എന്നിവ നടത്തി. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിൽ AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് സീനിയർ കമാൻഡന്റ് KMM നായർ പതാക ഉയർത്തി. അതിർത്തി രക്ഷാസേന വിമുക്ത ഭടന്മാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ആസാദി കാ അമൃത് മഹോത്സവ്, കുടുംബസംഗമം, ഓണാഘോഷം, അർദ്ധവാർഷിക പൊതുയോഗം എന്നിവ സംഘടിപ്പിച്ചു. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്തു. BSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ അർദ്ധവാർഷിക പൊതുയോഗവും അതുപോലെ കുടുംബസംഗമവും അതോടനുബന്ധിച്ച് നടക്കുന്ന ഓണാഘോഷ പരിപാടികളുടെയും എല്ലാം ചടങ്ങിലെ അധ്യക്ഷൻ ബഹുമാനായ BSFKWയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ MP സദാശിവൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനായ പുന്നപ്ര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ PG സൈറസ്, റിട്ടയർഡ് സീനിയർ കമാൻഡന്റ് KMM നായർ പതാക ഉയർത്തി. അസോസിയേഷൻ പ്രസിഡന്റ് MP സദാശിവൻ അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, BJP ജില്ലാ പ്രസിഡന്റ് MP ഗോപകുമാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ ഭാരവാഹികളായ N കൃഷ്ണകുമാർ, ജയദേവ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, P മുരളീധരൻ എന്നിവർ സംസാരിച്ചു. 1971 യുദ്ധത്തിൽ പങ്കെടുത്തവരെയും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും പുന്നപ്ര സർക്കിൾ ഇൻസ്പെക്ടർ ലൈസാദ് മുഹമ്മദ് അനുമോദിച്ചു. CDNet ന്യൂസ് കായംകുളം. ജില്ലാ ചെസ് അസോസിയേഷൻ നടത്തിയ 11 വയസ്സിൽ താഴെയുള്ളവരുടെ സെലക്ഷൻ ചാമ്പ്യൻഷിപ്പിൽ ജാനകി ജ്യോതിഷ് വിജയിയായി. ആറാട്ടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജാനകി. സെപ്റ്റംബർ 24, 25 തീയതികളിൽ നടക്കുന്ന അണ്ടർ 11 സംസ്ഥാനതല മത്സരത്തിൽ ജില്ലയെ ജാനകി ജ്യോതിഷ് പ്രതിനിധീകരിക്കും. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് TTIയുടെ നവതി ആഘോഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസമാണ് വികസനത്തിന്റെ അടിത്തറയെന്ന് ഗവർണർ പറഞ്ഞു. കുട്ടികൾക്കും അധ്യാപകർക്കും മലയാളത്തിൽ നവതി ആശംസയും ഓണാശംസയും നേർന്നാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് TTIയുടെ നവതി ആഘോഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസമാണ് വികസനത്തിന്റെ അടിത്തറയെന്നും വിദ്യാഭ്യാസമാണ് എല്ലാ മാറ്റത്തിന്റെയും അളവുകോലുമെന്നും അദ്ദേഹം പറഞ്ഞു. प्रतिपक्ष नेताओं, हरिपाल DM सभा अंगों, on this occasion
Cheti Kulangara ANP Nair Memorial Educational Trust Tinde Vidyalengalude Navati Aghosham Udghatanam Cheyan Atiyaya Santosham Und. P.P. Srinivasan Sahab and your Honorable MLA have mentioned about my efforts to learn Malayalam, although they won't give me good rating, but still I should prove them right that I am trying. ആദ്യമായി ANP നായർ മെമ്മോറിയൽ സ്കൂൾ വിദ്യാർത്ഥിക്കുളം അധ്യാപകർക്കും എന്റെ നവതി ആശംസകൾ. അറിവിനൊപ്പം മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തുന്നതാണ് വിദ്യാഭ്യാസം. അതിനാൽ തന്നെ എന്തിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് വിദ്യാഭ്യാസത്തിനാണ്. മലയാളത്തിൽ എല്ലാവർക്കും വന്ദനം പറഞ്ഞാണ് ഗവർണർ പ്രസംഗം തുടങ്ങിയത്. മലയാളം പഠിക്കാൻ കുറച്ചു കാലമായി ശ്രമിക്കുന്നുണ്ടെന്നും അതാണ് മലയാളത്തിൽ പ്രസംഗിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മലയാളത്തിൽ തന്നെ നവതി ആശംസയും ഓണാശംസയും നേർന്നാണ് ഗവർണർ പ്രസംഗം അവസാനിപ്പിച്ചത്. സ്കൂൾ സ്ഥാപകൻ ANP നായരുടെ ഫോട്ടോ ഗവർണർ അനാച്ഛാദനം ചെയ്തു. MLA-മാരായ അഡ്വക്കേറ്റ് യു പ്രതിഭ, രമേശ് ചെന്നിത്തല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാകരക്കുറുപ്പ്, മുൻ അംബാസഡർ TP ശ്രീനിവാസൻ, സ്കൂൾ ചെയർമാൻ ആൻഡ് മാനേജർ ഡോക്ടർ KP സുകുമാരപിള്ള, C ചന്ദ്രശേഖരപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ANP നായർ സ്മാരക എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് കീഴിലുള്ളതാണ് സ്കൂൾ. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിയത് വൈറലായി. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ നവതി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായെത്തിയ ഗവർണറെക്കുറിച്ച് MLA നല്ല വാക്കുകൾ പറഞ്ഞതാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനെ തുടർന്ന് വൈറലായത്. ഗവർണറുടെ പെരുമാറ്റം മാതൃകാപരമാണെന്നും മലയാളം പഠിക്കാൻ ഗവർണർ കാണിക്കുന്ന ഉത്സാഹവും കേരളീയ വേഷത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടവും പ്രശംസനീയമാണെന്നും MLA പറഞ്ഞു. എല്ലാവരോടും സ്നേഹത്തോടെയാണ് ഗവർണർ പെരുമാറുന്നതെന്നും MLA പറഞ്ഞു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തി സംസാരിച്ചത് വൈറലായി. അദ്ദേഹം ഇപ്പം ഒരു ശരിക്കും പറഞ്ഞാൽ സെമി മലയാളി എന്ന് പറയാമല്ലോ. ഞാൻ രമേശിനോട് പറയായിരുന്നു, ശരിക്കും കേരളീയ വേഷത്തിലാണ് ഇപ്പോൾ. ഓൾവേസ് ഈസ് വിയറിംഗ് ധോത്തീസ് ആൻഡ് കുർത്ത. ഇറ്റ്സ് വെരി നൈസ് ടു യൂസ് സർ. വളരെ ഹാൻഡ്സമായിട്ടാണ് അദ്ദേഹം എപ്പോഴും വരുന്നത്. നിയമസഭയിലാണെങ്കിലും പ്രത്യേക ഒക്കേഷനിൽ അദ്ദേഹം അങ്ങനെ തന്നെയാണ് വരുന്നത്. എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇടപെടുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ ഉണ്ടാവാം, പക്ഷേ അല്ലാത്ത അവസരത്തിൽ നമുക്കറിയാം. ഇപ്പം തന്നെ നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. വയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ ശരിക്കും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഹിസ് എക്സലൻസി ഗവർണറുടെ സാന്നിധ്യം പ്രൗഡായിട്ടാണ് നമ്മൾ കാണുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ചെട്ടികുളങ്ങരയുടെ മണ്ണിലേക്ക് അദ്ദേഹത്തെ ഇവിടുത്തെ MLA എന്ന നിലയിൽ ഹാർട്ട്ഫുൾ വെൽക്കം നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ വെൽക്കം ചെയ്തുകൊണ്ട് തന്നെ അധ്യക്ഷ പ്രസംഗം നിർത്തട്ടെ. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ നവതി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായി എത്തിയ ഗവർണറെ കുറിച്ച് ചടങ്ങിനെത്തിയിരുന്നില്ല. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര. പ്രമുഖ വ്യവസായിയായ ദേവികുളങ്ങര സ്വദേശിയായ അശോക് വാസവ് കടക്കലിന്റെ കാരുണ്യത്തിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത 6 കുടുംബങ്ങൾക്ക് 4 സെന്റ് വസ്തുവും അങ്കണവാടിക്ക് ഭൂമിയും ലഭിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലാണ് അങ്കണവാടിക്കായി സ്ഥലം നൽകിയത്. പ്രമുഖ വ്യവസായിയായ ദേവികുളങ്ങര സ്വദേശി അശോക് വാസവ് കടക്കലിന്റെ കാരുണ്യത്തിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത 6 കുടുംബങ്ങൾക്ക് 4 സെന്റ് പുരയിടവും അങ്കണവാടിക്ക് ഭൂമിയും ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി 1977 ഇവിടുന്ന് പോകുന്നത്. കൂടാതെ നാസിക് ചെന്നിട്ട് ഒരു 8-9 വർഷത്തോളം ഞാൻ സിംഗപ്പൂരിൽ ജോലി ചെയ്തിരുന്നു. പക്ഷെ ഇതിനെല്ലാം ഒരു താങ്ങുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ പിന്നിലാണ് എൻ്റെ അമ്മാവന്മാർ വളരെ ആത്മാർത്ഥതയോടുകൂടി സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഹാർഡ് വർക്കും അതുകൊണ്ടാണ് എനിക്ക് ഈ ലെവലിൽ എത്തിച്ചേരാൻ സാധിച്ചത്. ജീവിതത്തിൽ എബൌട്ട് 50-55 വർഷം മുന്നേ വിശപ്പിൻ്റെ ആ കറക്റ്റ് രുചി അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നിൽ നിന്നും ഒരു 10 പേരെങ്കിലും ജീവിക്കണം, അതായത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന്.
ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല, വളരെ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ്. കൂടാതെ ഞാൻ ഈ ധാർമ്മികവും ദൈവികവും അല്ലാതെ ഒരു കാര്യങ്ങളും പ്രവർത്തിക്കാറുമില്ല, ചെയ്യാറുമില്ല, ആരോടും പറയാറുമില്ല. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലാണ് അംഗനവാടിക്കായി സ്ഥലം നൽകിയത്. ഇതിനോടകം നിരവധി സാമൂഹ്യ ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ അശരണർക്കായി ഒരുക്കി നൽകിയ ദേവികുളങ്ങര സ്വദേശിയും വ്യവസായിയുമായ അശോക് വാസവ് കടക്കൽ ഭാര്യ ബിന്ദു അശോകുമാണ് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാതെ കഷ്ടപ്പെട്ട 6 കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയിരിക്കുന്നത്. 4 സെന്റ് വസ്തു തന്റെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിൽ നിന്നുമാണ് നൽകിയത്. കടക്കൽ വസതിയിൽ നടന്ന ആധാര വിതരണ സമ്മേളനം പോസ്കോ സ്പെഷ്യൽ കോർട്ട് ജില്ലാ ജഡ്ജി ബി ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പഞ്ചായത്ത് തന്നെ, ഗവൺമെന്റ് തന്നെ 2 സെന്റ് സ്ഥലത്തിന് 3 സെന്റ് സ്ഥലത്തിന് 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഇത് പോയിട്ട് 1 പോലും ഈ 2 ലക്ഷം കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും അത്ര ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും ഇങ്ങനെ 6 കുടുംബങ്ങൾക്ക് 4 സെന്റ് സ്ഥലം വീതം കൊടുക്കുന്നു. പഞ്ചായത്തിന്, സാധാരണ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇങ്ങോട്ടാണ് സ്ഥലം തരുന്നത്, ഇത് പഞ്ചായത്തിന് എന്താണ് അംഗനവാടി, ഇങ്ങനെ 3-ാം വാർഡിൽ ഒരു അംഗനവാടി പ്രവർത്തിക്കുന്നില്ല. ഞാൻ ഉൾപ്പെടെ താമസിക്കുന്ന ഈ 3-ാം വാർഡിൽ അംഗനവാടി ഇല്ല. അപ്പൊ 3-ാം വാർഡിൽ ഒരു അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലം കൊടുക്കുവാൻ അതിന് മനസ്സ് കാണിച്ചു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊടുത്ത ഈ 4 സെന്റ് സ്ഥലത്തെല്ലാം തന്നെ അവിടെ എത്തിച്ചേരാനുള്ള വഴി ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വേറെ സ്ഥലമാണ്, ഈ സ്ഥലത്തൊന്നുമല്ല. നമ്മൾ 3 സെന്റ് സ്ഥലം ഒരിടത്ത് പോയി മേടിച്ചാൽ അതിന് കാര്യമായ വഴിയൊന്നും കിട്ടത്തില്ല. റോഡ് സൈഡിൽ പോയി മേടിച്ചാൽ ഈ 3 അതിന് ഭയങ്കര വില കൊടുക്കണം. ഇത്തിരി ഉള്ളിൽ പോയി മേടിച്ചാൽ ഒരുപക്ഷെ നടന്നു പോകാൻ വഴി കിട്ടും, അതിനപ്പുറത്തില്ല. ഇത് എല്ലാവർക്കും അവരുടെ സ്ഥലങ്ങളിൽ എത്തുവാൻ വ്യക്തമായ വഴി സൗകര്യത്തോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വേറെ സ്ഥലം, ഈ 4 കൂടാതെ. അപ്പൊ ഈ 6 പേർക്ക് കൊടുത്ത്, അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഉൾപ്പെടെ 7 പേർക്ക് കൊടുത്തിട്ട് 28 സെന്റ് സ്ഥലം കൊണ്ട് തീരുന്നില്ല. അതിലുപരി വഴിക്കുള്ള സ്ഥലം കൂടി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സ് അവിടെയും തെളിയുകയാണ്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ സജു ഇടക്കാട് സ്വാഗതം പറഞ്ഞു. കടക്കൽ വാസുവൻ സ്വാമി ഭദ്രദീപം തെളിയിച്ചു. ആധാരങ്ങളുടെ വിതരണം കടക്കൽ അശോക് വാസവും ഭാര്യ ബിന്ദു അശോകും ചേർന്ന് നിർവഹിച്ചു. സ്വാഗത സംഘം കൺവീനറും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അരിത ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രസാദ്, ആർ രാജേഷ്, SNDP ശാഖായോഗം സെക്രട്ടറി പുരുഷോത്തമൻ, ശാഖായോഗം വൈസ് പ്രസിഡന്റ് വിജയൻ, നാസിക് SNCG ജനറൽ സെക്രട്ടറി S കുമാർ, അഡ്വക്കേറ്റ് വിജയനാഥ് ബാബു, ജയകുമാർ തെക്കഞ്ചേരിൽ എന്നിവർ സംസാരിച്ചു. സുഭാഷ് അക്ഷയ നന്ദി രേഖപ്പെടുത്തി. CD നെറ്റ് ന്യൂസ്, കായംകുളം. ചെട്ടികുളങ്ങര കണ്ണമംഗലം തെക്ക് 16-ാം വാർഡിൽ കണ്ണമംഗലം ഗ്രാമസേവാ സമിതിയുടെയും നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. തുപ്പൻകുളങ്ങര ജംഗ്ഷൻ പരിസരങ്ങളിലെ റോഡുകളിൽ ഇരുവശങ്ങളിലുമാണ് ശുചീകരണം നടത്തിയത്. ചെട്ടികുളങ്ങര കണ്ണമംഗലം തെക്ക് 16-ാം വാർഡിൽ കണ്ണമംഗലം ഗ്രാമസേവാ സമിതിയുടെയും നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തുപ്പൻകുളങ്ങര ജംഗ്ഷൻ പരിസരങ്ങളിലെ റോഡുകളിൽ ഇരുവശവും കാടുപിടിച്ചു കിടന്നിരുന്ന പുല്ലുകൾ, മാലിന്യ കൂമ്പാരങ്ങൾ എന്നിവ നീക്കം ചെയ്തു. പരിസരം വൃത്തിയാക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ ലത എസ് ശേഖർ നേതൃത്വം നൽകി. സതീഷ് കുമാർ, സജികുമാർ, KG മഹേഷ്, രതീഷ് ദാമോദർ, ജയ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, ചെട്ടികുളങ്ങര. കായംകുളം NRPM HS 1990 ബാച്ചിന്റെ കുടുംബസംഗമം നടത്തി. ഇതിന്റെ ഭാഗമായി 1990 കാലയളവിലെ അധ്യാപകരെ ആദരിക്കുകയും കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുകയും ചെയ്തു. കായംകുളം NRPM HSലെ 1990 ബാച്ചിന്റെ കുടുംബസംഗമം നടന്നു. ഗംഗാകൃഷ്ണയുടെ ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങിൽ K സുനിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. R രാജശേഖരൻ പിള്ള സ്വാഗതം പറഞ്ഞു. പഴയകാല ഓർമ്മകളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. നല്ലൊരു തുടക്കമാവട്ടെ. 1990 നമ്മൾ SSLC കഴിഞ്ഞിട്ട് ഈ സ്കൂളിൻ്റെ പടിയിറങ്ങുന്നത്. അതിനുശേഷം പലരും പല ജീവിത മേഖലകളിലെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടി പല കോളേജുകളിലൊക്കെയാണ് പഠിക്കാൻ പോയത്. അതിനുശേഷം മറ്റ് പല കൂട്ടുകാരും നാട്ടിലുള്ളവരുണ്ടപ്പോൾ പരസ്പരം കാണുന്നവരുണ്ട്. 32 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തതിൽ വളരെ സന്തോഷം. കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ യോഗത്തിന് സ്വാഗതം.
കുടുംബസംഗമം NRPM HS ഹെഡ് മിസ്ട്രസ് ഉൽക്കാകുമാരി ഉദ്ഘാടനം ചെയ്തു. പോകുന്നില്ലെങ്കിലും എപ്പോഴും അവരുടെ ഓർമ്മകൾ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ട്. ആ പാത തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നത്. പല സന്ദർഭങ്ങളിലും അവർ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അവരോട് ഈ ഒരു അവസരത്തിൽ തന്നെ അന്ന് നൽകിയ ശിക്ഷണത്തിനെല്ലാം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഈ 90 ബാച്ചുകാരോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തത് അടുത്തൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ മനസ്സിലെ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലെ കാണുന്ന കാഴ്ചകളിലെല്ലാം തന്നെ നമ്മളുടെ ജീവിത രീതികൾ മാറി സ്നേഹം, ദയ, കരുണ ഇതൊക്കെ നമ്മളെ വിട്ടുപോയി എന്നൊരു ചിന്തയാണ് നമ്മളിൽ. കാര്യം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അടിമകളായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന നന്മകളെല്ലാം നമ്മളിൽ നശിച്ചുപോയി എന്നൊരു വേവലാതിപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു കൂട്ടായ്മ കാണുമ്പോൾ ഇതൊന്നും നമ്മളിൽ നിന്നും പോയിട്ടില്ല, ഇപ്പോഴും നമ്മൾ ആ പഴയ നന്മകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്നൊരു തോന്നൽ നമ്മൾക്ക് ഉണ്ടാകുന്നു. കാരണം 90 ബാച്ചിൽ പഠിച്ച ഞാനിവിടെ 93-ലാണ് കയറുന്നത്. 92 ഡിസംബറിൽ ഞാൻ ലീവ് വേക്കൻസിയിൽ കയറി. 93 തൊട്ട് ഞാൻ റെഗുലറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 30 വർഷമാകുന്നു. അതിനു മുമ്പ് പഠിച്ചവരാണ് നിങ്ങൾ. അവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ആ പഴയ ബന്ധം ഒന്ന് തുടരാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിച്ച എല്ലാവരുടേക്കും നന്ദി. ചടങ്ങിൽ 1990 കാലയളവിലെ അധ്യാപകരെ ആദരിക്കുകയും കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 BCA പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് ഓണസദ്യയും കലാപരിപാടികളും നടന്നു. ബിന്ദു അശോകൻ കൃതജ്ഞത രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കായംകുളം. പുള്ളിക്കണക്കൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി റോയി കെ ഗോപാൽ എഴുതിയ നെഞ്ചോരമല്ലേ പെണ്ണെ നീ നിന്ന് തുളുമ്പണത് എന്ന് തുടങ്ങുന്ന സുഡോക്കു എന്ന ചലച്ചിത്രത്തിലെ ഗാനം സോഷ്യൽ മീഡിയ വഴി 1 ലക്ഷം കാഴ്ചക്കാരിലേക്ക് എത്തി. ഗാനത്തിന്റെ വിജയം അണിയറ പ്രവർത്തകരും റോയി കെ ഗോപാലിന്റെ സുഹൃത്തുക്കളും ചേർന്ന് പുള്ളിക്കണക്കിൽ ആഘോഷിച്ചു. പുള്ളിക്കണക്കൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി റോയി കെ ഗോപാൽ എഴുതി അപ്പുവിന്റെ സംഗീത സംവിധാനത്തിൽ ജാസി ഗിഫ്റ്റ് ആലപിച്ച CR അജയ്കുമാർ സംവിധാനം ചെയ്ത സുഡോക്കു N എന്ന സിനിമയിലെ നെഞ്ചോരമല്ലേ പെണ്ണെ നീ നിന്ന് തുളുമ്പണത് എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ 1 ലക്ഷം കാഴ്ചക്കാരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹിറ്റിൽ നിന്നും സൂപ്പർ ഹിറ്റിലേക്കും മെഗാ ഹിറ്റിലേക്കും എത്തിച്ചേർന്ന ഗാനത്തിന്റെ വിജയം അണിയറ പ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് കായംകുളം പുള്ളിക്കണക്കിൽ ആഘോഷിച്ചു. ഞാൻ ആദ്യം വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനോട് പറയുന്നത് ഈ പാട്ട് വൈറലാകും. അത് എൻ്റെ ആ പാട്ട് കേട്ടപ്പോൾ തന്നെ അറിയാം ഇത് ട്രെൻഡാണ് സംഭവം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ബേസ്ഡ് സാധനമാണ്. കാരണം അതിൻ്റെ ലിറിക്സ്, അതിൻ്റെ വരികൾ കേട്ടപ്പെടും. അപ്പു തൈക്കോടം എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അത് ചെയ്തത് ആ ട്രെൻഡിൽ തന്നെ ചെയ്തതാണ്. അത് പുതിയ തലമുറ ഒരുപാട് ഏറ്റെടുക്കുന്ന ഒരു ട്രെൻഡിൽ കൂടെയാണ് അത് പോകുന്നത്. അത് നന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. കറക്റ്റ് അതേപോലെ തന്നെ വൈറലായി. ഈ അടുത്ത ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഞ്ജയ് ഇത് 1 ലക്ഷം കവിഞ്ഞു, വൈറലായി. എപ്പോഴും ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ആദ്യമേ പറഞ്ഞതല്ലേ ഇങ്ങനെ വരുമെന്നുള്ളത്, എന്തോ എൻ്റെ മനസ്സെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം റോഹിച്ചേട്ടൻ ശരിക്കും എന്താ പറയുക, ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു പവർ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ സെക്കൻഡിൽ പോലും നമ്മുടെ കൂടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ വളരെ വേറൊരു മൂഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ. പക്ഷെ ഇപ്പം അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ സഞ്ചരിച്ച് വരുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെയാണ്. ഇനിയും അദ്ദേഹത്തിന് അവസരങ്ങൾ ഒരുപാടുണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഞാനും അദ്ദേഹത്തിന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത സിനിമ ചെയ്യുമ്പോൾ എൻ്റെ സിനിമയിൽ അദ്ദേഹം പാട്ട് എഴുതിയിരിക്കും. അത് എൻ്റെ ഒരു വാക്കാണ്. ഞാൻ അടുത്ത സിനിമ എന്ന് തുടങ്ങുന്നു അന്ന് 1 or 2 പാട്ട് അദ്ദേഹം എഴുതിയിരിക്കും. അത് എൻ്റെ ഒരു പ്രോമിസാണ്. അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഉപരി വേറൊരു കാര്യം വെച്ചാൽ റോയി കെ ഗോപാൽ പ്രവാസ ജീവിതത്തിനിടെ ഉണ്ടായ സ്ട്രോക്കിനെ തുടർന്ന് ഒരു വശം തളർന്നു കഴിയവെയാണ് ഇദ്ദേഹം എഴുതിയ ഗാനം ഹിറ്റായി മാറിയിരിക്കുന്നത്. എന്തും പറയാൻ അറിയത്തില്ല. നമ്മൾക്ക് ഞാൻ ഇല്ലല്ലോ എന്ന് പിന്നെ
സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെയാണ്. എൻ്റെ പേരെന്ന് പറഞ്ഞാൽ സുമ. ഒക്കെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭാഗമായാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. പുള്ളിക്കണക്ക് മുത്തിനിത്താഴെ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടി സുഡോക്കു എൻ എന്ന സിനിമയുടെ സംവിധായകൻ അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. സുഡോക്കു എന്ന് പറഞ്ഞ സിനിമ യഥാർത്ഥത്തിൽ ആദ്യം തീരുമാനിച്ചിരുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ താരങ്ങളെ വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു അത്. നിർഭാഗ്യവശാൽ കോവിഡ് അതിന്റെ ഏറ്റവും പീക്കായ സമയത്താണ് നമുക്ക് ഷൂട്ടിംഗ് ചെയ്യേണ്ടി വന്നത്. അപ്പോഴേക്കും താരങ്ങളെല്ലാം മാറി. അതോടുകൂടിയാണ് നമുക്ക് സിനിമ പിന്നെ സാധാരണക്കാരായ താരങ്ങളെ വെച്ച് ചെയ്യേണ്ടി വന്നത്. അത് അതിൻ്റെതായ കുറവുകൾ ആ സിനിമയ്ക്ക് അതിനകത്തുണ്ട് താനും. ആ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കുന്നത്. അല്ല, കുറവുകൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളിന് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം അതായിരുന്നു. അപ്പം അതിനൊരു പ്രൊമോഷണൽ സോങ് വേണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഏകദേശം 1000-ഓളം പാട്ടുകൾ ഞാൻ പല ആളുകളുടെ, വളരെ പ്രശസ്തരായ ആളുകളുടെ പാട്ടുകൾ ശ്രദ്ധിക്കുകയും സെലക്ട് ചെയ്യുകയും അത് വീണ്ടും അതൊന്നും പാടി നോക്കുകയൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, ഇങ്ങനെ ഒരാൾ എന്നോട് പണ്ട് സാറേ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ സിനിമ എടുക്കുമെങ്കിൽ എൻ്റെ പാട്ടൊന്നും സിനിമയിൽ കേൾക്കണം എന്ന് പറഞ്ഞ ഇത് ഓർമ്മ വന്നത്. ഇവിടെ തന്നെ ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ കവിതകൾ, അദ്ദേഹം തന്നിട്ടുള്ള പുള്ളിക്കണക്കൻ കവിതകൾ പരിശോധിക്കാൻ തുടങ്ങി. പരിശോധിച്ച് വന്നപ്പോഴാണ് അതിൽ ഒരു കവിത എൻ്റെ ശ്രദ്ധയിൽ വരുന്നു. അതാണ് നെഞ്ചോരമല്ലേ എന്നുള്ള ആ പാട്ട്. ആ പാട്ടിൻ്റെ തുടക്കം എന്തായിരുന്നു? അതിനൊരു പേരുണ്ടായിരുന്നു. എന്തായിരുന്നു എൻ്റെ പേര്? ആ പാട്ടിന് നിലാക്കാഴ്ച എന്ന് പറയുന്ന ആ കവിത എൻ്റെ ശ്രദ്ധയിൽ വരികയാണ് ചെയ്തത്. അതൊന്ന് ഞാനിത് പാടി നോക്കിയപ്പോൾ എനിക്ക് സംഗീതത്തെക്കുറിച്ച് എനിക്ക് എൻ്റെതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലായാലും എല്ലാം സംഗീതത്തിന് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. അങ്ങനെയാണ് അപ്പുവിനെ ഈ പാട്ട് ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പു എന്ന് പറഞ്ഞാൽ തൈക്കുടം ബാൻഡിന്റെ നമ്മുടെ MA ബേബി സാറിന്റെ മോനാണ്. വരാമെന്ന് പറഞ്ഞിരുന്നതാണല്ലേ. വാർഡംഗം പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശ്രീ പ്രമോദ് സ്വാഗതം പറഞ്ഞു. പ്ലാസ്റ്റിക് മീനുകൾ എന്ന സിനിമയുടെ സംവിധായകൻ സഞ്ജയ് നായർ, പോൾ, അഡ്വക്കേറ്റ് ഒ ഹാരിസ്, അഡ്വക്കേറ്റ് ജോസ് കല്ലട, സജീവ് പാട്ടത്തിൽ എന്നിവർ പങ്കെടുത്തു. റോയി കെ ഗോപാൽ മറുപടി പ്രസംഗം നടത്തി. CD നെറ്റ് ന്യൂസ്, കായംകുളം. ഹരിപ്പാട് മുട്ടത്ത് വിവാഹ സദ്യക്കിടയിൽ പപ്പടം കിട്ടാത്തതിനെ തുടർന്ന് കൂട്ടയടിയുണ്ടായി. ഓഡിറ്റോറിയം ഉടമയുൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഹരിപ്പാട് മുട്ടത്ത് വിവാഹ സദ്യക്കിടയിൽ പപ്പടം കിട്ടാത്തതിനെ തുടർന്നാണ് കൂട്ടയടിയുണ്ടായത്. ഓഡിറ്റോറിയം ഉടമയുൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയോടെ മുട്ടത്തെ ഓഡിറ്റോറിയത്തിലാണ് സംഭവമുണ്ടായത്. വരന്റെ സുഹൃത്തുക്കളിൽ ചിലർ സദ്യ കഴിക്കുന്നതിനിടെ വീണ്ടും പപ്പടം ആവശ്യപ്പെട്ടു. എന്നാൽ വിളമ്പാനെത്തിയവർ പപ്പടം നൽകാൻ തയ്യാറായില്ല. തുടർന്ന് വരന്റെ സുഹൃത്തുക്കളും വിളമ്പുന്നവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അടിയിൽ കലാശിക്കുകയുമായിരുന്നു. ഓഡിറ്റോറിയം ഉടമ മുരളീധരൻ, ജോഹൻ, ഹരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓഡിറ്റോറിയത്തിലെ കസേരകളും മേശകളും ഉപയോഗിച്ചായിരുന്നു തമ്മിലടിച്ചത്. കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 11 kV ലൈനിൽ ടച്ചിംഗ് ഒഴിവാക്കൽ ജോലി നടക്കുന്നതിനാൽ മുതുകുളം KSEB സെക്ഷൻ പരിധിയിൽ ചൊവ്വാഴ്ച വൈദ്യുതി മുടങ്ങും. ചിങ്ങോലി, തറപ്പറമ്പ്, ചിങ്ങോലി PHSC, വെമ്പുഴ, പോരാത്തുമുക്ക് എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് വൈദ്യുതി മുടങ്ങുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവോണത്തിന്റെ ഉത്സവനാന്തി കുറിച്ച് ചൊവ്വാഴ്ച അത്തം. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുക്കങ്ങളുടെ ആഘോഷം. അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴയോടൊപ്പം ഇടിമിന്നലിനും സാധ്യത. വിദ്യാഭ്യാസമാണ് വികസനത്തിന്റെ അടിത്തറയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രതിഭ MLA ഗവർണറെ പുകഴ്ത്തിയത് വൈറലായി.
മുട്ടത്ത് വിവാഹ സദ്യക്കിടയിൽ പപ്പടം കിട്ടാത്തതിനെ തുടർന്ന് കൂട്ടയടി. കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.